അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പം ഇന്ന് എനിക്ക് മനസ്സിനൊരു സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കമൻറ്റിനുള്ള മറുപടി തരാം. ഇന്നലത്തെ കമൻറ്റിൽ കണ്ടിരുന്നു എനിക്ക് എത്ര മക്കളാണ്. എനിക്ക് 2 മക്കളാണ്, ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആള് മദ്രസിലും സ്കൂളിലും +1 പഠിക്കണു. സ്കൂളിൽ എവിടെയും കിട്ടിയിട്ടില്ല. ഞങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ചെറിയ ആൾ സ്കൂളിലും മദ്രസിലും 5ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇന്ന് ചായക്ക് കടി പുട്ടാണ്. ചോറ്റക്ക് കൂട്ടാൻ ഇന്ന് എന്താ വെച്ചാൽ കൈപ്പക്കപ്പേരിയും നല്ല ബീഫ് ഉണ്ട് കിട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ഉണ്ടാക്കണം. പിന്നെ എന്താ ചീരൻ്റെ ഇല താളിച്ചതും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറിനില്ല വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പുട്ടിനില്ല പൊടി അങ്ങോട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അജ്മി പുട്ട് പൊടി ആകുമ്പോൾ നമുക്കൊരു അരമണിക്കൂർ നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാവിലെ ചുട്ട പുട്ട് വൈകുന്നേരം വരെ നല്ല മയം കിട്ടും. നമ്മൾ ആ ചുടണ നേരത്തെ അങ്ങോട്ട് നനച്ചുണ്ടാക്കിങ്ങാണ്ട് ചുട്ടാൽ അത് ആ ചുടൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിന്നാൻ നേരം ആകുമ്പോഴത്തേന് അത് ബലം വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതല്ല. അപ്പം ഞാനത് ആദ്യം തന്നെ അങ്ങോട്ട് പുതിർത്തിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം ഞേറുന്നില്ല എന്നൊരു പരാതി വേണ്ട. നമ്മൾ എത്ര വെള്ളം പാർന്നാലും ചുടാൻ നേരത്തേക്ക് അതൊക്കെ നല്ല ശരിയായി കിട്ടും. അതിന് ശേഷം ഇതാ ഒരു 2 വെല്ലുള്ളി നുറുക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൈപ്പക്കയാണ് ഉപ്പേരി വെക്കണത്. ഇന്ന് കൈപ്പക്ക കട്ടൊന്നും ഊറ്റി കളയണില്ല കേട്ടോ. ഇന്ന് കൈപ്പക്ക ആയാലും ഇറച്ചി ആയാലും ഒക്കെ ഒന്ന് മോഡലൊന്നും അങ്ങോട്ട് മാറ്റിയിക്കാണ്. എന്നും ഒരുപോലെ തിന്നുമ്പോൾ ഒരു വലിയൊരിത് തോന്നൂലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുണ്ടാക്കുമ്പോൾ രസം കുറച്ച് കൂടുതലായി കിട്ടും. അപ്പം ഇന്ന് കൈപ്പക്ക കണ്ടറിഞ്ഞ് കൊടുന്നിട്ടുണ്ട്. അപ്പോഴുള്ളൂ നമ്മളെ മനസ്സിൽ കരുതിയേമാതിരി അങ്ങോട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതാ കൈപ്പൊക്കെ അങ്ങനെ ഇതേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ലേസപ്പൊക്കെ പാകത്തിനിട്ടിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒരു ലേസം പോലും കൂട്ടണില്ല. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിയിൽ ആ കൈപ്പൊക്കെ നല്ലപോലെ അങ്ങോട്ട് ശരിയായിട്ടൊന്ന് കാണിച്ച് തരാം. ഇടക്കും തലക്കൊക്കെ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിതാ ചോറിനില്ല അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് നേരത്തെ തന്നെ കുടിച്ചിട്ടില്ല. അപ്പോൾ ഓരോ പണി ഉണ്ടാകുമ്പോൾ നമുക്ക് ഫ്രഷ് കുടിച്ചാലും തോന്നൂല. എളുപ്പം നമ്മൾ അടുക്കളയത്തെ പണിന് കഴിച്ചണം. അപ്പം ഞാനിനി ഫ്രഷ് കുടിക്കട്ടെ കേട്ടോ. നമുക്ക് ഇതങ്ങോട്ട് കുടിച്ചാൽ നല്ലൊരു എനർജി കിട്ടും. രാവിലെ എന്നും ഇതൊരു ഗ്ലാസ് ഞാൻ കുടിച്ചും. മക്കൾക്ക് ചിലപ്പം കൊടുക്കും, ചിലപ്പം കൊടുക്കൂല. ഓൽക്ക് ചോദിച്ച് വാങ്ങണൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താടാ ഏതാടാന്ന് ചോദിച്ചാൽ പറയും അന്നൊരു സുഖമില്ല തലവേദന എന്നൊക്കെ പറഞ്ഞതൊരു ഗ്ലാസ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ എളുപ്പം ഉഷാറാവും. പിന്നെ അതാ നമ്മളൊരു മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുത്തിട്ട് അതിക്കൊരു 2 വെല്ലുള്ളിയും ഒരു 2 തക്കാളിയും ലേശം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചീരുള്ളി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇറച്ചി വെക്കാൻ വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ. ഇത് നല്ല മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇറച്ചിയിൽ കായം കൂട്ടാം. പിന്നെ ലേശം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഇറച്ചി വെക്കണം. അപ്പോൾ ഇറച്ചിയൊക്കെ ഇതാ കഴുകി കൊടുന്ന് കുക്കറിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാതും പാടെ കൂട്ടി കുഴച്ച് അങ്ങോട്ട് വെക്കാണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ ഇറച്ചി വെച്ചാൽ. പക്ഷെ തോന വേണം. ഇന്നാലാണ് ഇത് മുരിച്ച് തിന്നുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു രസം ഈ കാരച്ചിട്ടാ. ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല, എപ്പോഴേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ പാകത്തിന് പുട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നങ്ങോട്ട് കുഴച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും തോനെ കൂട്ടണ്ട കേട്ടോ. ഇതിൽ തന്നെ ഉണ്ടാവും വെള്ളം. ഞാൻ ഇത്തിരി പോലും വെള്ളം കൂട്ടിയിട്ടില്ല. കാരണം ഉള്ളിയും തക്കാളിയൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ തന്നെ വെള്ളം പൊന്തി വരും. പിന്നെ നമ്മൾ ലേശം പാടെ വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വറ്റോളം കത്തിച്ചണ്ടേ. അപ്പോൾ ഇതിൽ തന്നെ ആയിരിക്കില്ല വെള്ളം ഉണ്ടാവും. പിന്നെ വെള്ളം ഉണ്ടെങ്കിലും കത്തിച്ചങ്ങാണ്ട് വറ്റിച്ചണം കേട്ടോ. അപ്പോഴാണ് ആ ഇറച്ചി നല്ല രസം കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ ശരിയാക്കിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൈപ്പൊക്കെ വെന്തിരുന്നു. കൈപ്പൊക്കെ അങ്ങോട്ട് മാങ്ങിയിട്ട് ഞാൻ കുക്കറാണ് കയറ്റിയിട്ടുണ്ട് അടുപ്പത്തേക്ക്. നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വാർക്കണം. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീരൻ്റെ ഇല ഉണ്ടല്ലോ താളിച്ചാൻ. അപ്പോൾ അത് ലേശം എണ്ണയൊക്കെ ഇട്ടുങ്ങാണ്ട് അവിടെ വെച്ചാൽ ചോറ് വാർത്ത് വരുമ്പോഴത്തേന് ഉള്ളി അവിടെ കടന്ന് വാടട്ടെ വെച്ചിട്ട് എങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതാ ചീരൻ്റെ ഇല തൂമിച്ചാൻ വേണ്ടിങ്ങാണ്ട് കുറച്ച് തോന ഉള്ളി അരിഞ്ഞു കൂട്ടിയിട്ടുണ്ട്. 2 പച്ചമുളകും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല മൂത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. തോന ഇലയൊന്നുമില്ല കേട്ടോ. മിഞ്ഞാന്നേറ്റ് ചീരൻ്റെ ഇല കൊടുന്നിരുന്നു. ഞാൻ ലേസം അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയിക്കാരം അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചീരൻ്റെ ഇലയും പരിപ്പും വെക്കുമ്പോൾ ലേസം ചീരൻ്റെ ഇല താളിച്ചെടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചതാണ്.
അങ്ങനെ നമ്മൾ ചീരൻ്റെ ഇല തോനൊന്നുമില്ല കേട്ടോ, എന്നാലും ചീരൻ്റെ ഇല ആയാലും മുരിങ്ങൻ്റെ ഇല ആയാലും അതിൻ്റെ വെള്ളം മതി കേട്ടോ ചോറ് തിന്നാൻ. അങ്ങനെ ഞാൻ ചീരൻ്റെ ഇല ആയത് ഞാൻ അതിന് പാത്രത്തിൽ കൊണ്ട് മാറ്റി വെച്ചിട്ട് നമ്മളിത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറുള്ളി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലേശം വേപ്പിൻ്റെ ഇലയും, പിന്നെ ഞാൻ ലേശം ഇറച്ചി മസാലയാണ് കേട്ടോ ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് അത് നല്ലോണം മൂത്ത് വന്നപ്പോൾ നമ്മളിതാ ഇറച്ചി കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇറച്ചി വെച്ചാൽ. ഇനി കുരുമുളകും പാടം ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഇറച്ചി നല്ലൊരു കളർ ഇങ്ങോട്ട് വരും നമ്മൾ അടുപ്പത്ത് കടന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ. പിന്നെ ഗ്യാസിന്മേൽ തോനേരം വെക്കൂല, അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ഈ ഇറച്ചി ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചാലേ അതവിടെ കടന്ന് അങ്ങനെ മുരിഞ്ഞിങ്ങോട്ട് ശരിയാവും. എന്നാൽ നമുക്ക് തിന്നുമ്പോഴും അതേ നല്ല ചൂടുണ്ടാവും. നിങ്ങളെല്ലാവരും ഇറച്ചിയൊന്നും ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇതാ ഇറച്ചിയൊക്കെ കണ്ടില്ല നിങ്ങൾ, വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഞാൻ കുക്കർ വിസിൽ ഒഴിവാക്കി അവിടെ വെച്ചതായിരുന്നു. അപ്പം അതിൽ തീരെ വെള്ളമില്ല. അപ്പം ഞാൻ പിന്നെ കത്തിച്ചാനൊന്നും നിന്നിട്ടില്ല, ഉള്ളി മൂപ്പിച്ചങ്ങാണ്ട് അങ്ങനെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. നമ്മൾ ഇറച്ചി കുഴച്ച് വെച്ചപ്പോൾ തന്നെ അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ കാര്യങ്ങളും ചേർത്തതല്ലേ. അങ്ങനെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയിങ്ങാണ്ട് തിരുമ്പി വന്നു. തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്ന് യൂണിഫോമൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതാ നമ്മൾ പുട്ട് ചുടാൻ ഒരുങ്ങാണ്. തേങ്ങ പിന്നെ നമ്മളെ മോന് ചിരകി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ പണി നമുക്ക് ലാഭമല്ല, തേങ്ങ ചിരകുക എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ വെജ് കേട്ടോ. അപ്പോൾ പിന്നെ റേക്കുമ്പോൾ പൊടിപ്പിച്ചണതാണ്, അപ്പോൾ പിന്നെയും കുറേയൊക്കെ സമാധാനമുണ്ട്. പിന്നെ അതാ നമ്മൾ ശാലൂന് ചോറാക്കുന്നുണ്ട്. പുട്ട് 2 കുറ്റി പുട്ടേ ചുടണുള്ളൂ, തോനൊന്നും ചുടണില്ല. ചിലപ്പോൾ 2 കഷ്ണം അങ്ങോട്ട് തിന്നും. അപ്പം ഞാൻ എന്ത് കടി ഉണ്ടാക്കുകയാണെങ്കിലും ചിലപ്പോൾ 1 ദോശയോ 2 ദോശയോ അധികം ചുടും കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ തിന്നണ നേരത്തെ ഇഞ്ഞുണ്ടമ്മ ചോദിച്ചാൽ നമുക്കൊരു ഇടങ്ങറല്ലേ. അങ്ങനെ ആ പുട്ട് ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോന് പഴം വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് പഴം വേണമെന്ന് പറഞ്ഞു. എനിക്കെന്തായാലും വേണ്ടില്ല, ഇറച്ചിയും പുട്ടും മതി കേട്ടോ. അതോ ഈ ഫ്രൈയും പുട്ടൊക്കെ തിന്നാൽ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളെ വിഭവങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഷാലു ചായയും കടിയൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ പഴം വലിയ പൊപ്പായിട്ടില്ല കേട്ടോ. അതിനിങ്ങനെ മുഖത്തൊരു വെളിച്ചല്ല ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ കൊലായ്മ വന്നിരുന്നുങ്ങാണ്ട് ചായ കുടിച്ചാണ് കേട്ടോ. ഇവിടെ ഒരു പെരും മഴയാണ് കേട്ടോ, ഒന്ന് ഇങ്ങനെ മഴ പെയ്തുങ്ങാണ്ട് ഇരിക്കണുണ്ട്. അപ്പോൾ പുട്ടൊക്കെ പള്ളറച്ചി തിന്നു കേട്ടോ. ഇറച്ചിയും പുട്ടും തിന്നു, പഴവും പുട്ടും തിന്നിട്ടുണ്ട്. പുട്ടൊന്നും ബാക്കിയായിട്ടില്ല, പഴമാണ് കേട്ടോ ബാക്കിയായത്. പുട്ടും ഇറച്ചി നല്ല തീറ്റ തിന്നിക്കണു, നല്ല ഇഷ്ടമായിക്കണു കേട്ടോ. അപ്പം എന്നോട് ഇങ്ങനെ പറയാം, നല്ല രസമുണ്ട്, ഇത്ര രസമുണ്ട് എന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ശാലൂന് മോനും ആക്കി കൊടുക്കാൻ പോകുന്നുണ്ട്. ഓനിക്കില്ല വണ്ടി ഇങ്ങോട്ട് വരൂല കേട്ടോ. ഈ തൊടു കൂടെ കുറച്ച് അങ്ങോട്ട് പോയാൽ ആ ഭാഗത്തേക്ക് വണ്ടി വരും. എന്നാൽ അവിടെ നിന്നാണ് കയറ്റി കൊടുക്കാലോ വെച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ ഒരു അത്ഭുതം ഉണ്ടായിട്ടോ. കണ്ടില്ല നിങ്ങൾ, വരിസക്കാലമായിട്ട് ഇവരിങ്ങനെ അരിച്ചാ തോന്നുന്നു. ഞാനാണെങ്കിൽ ഈ ഇല ഉണ്ടല്ലോ നല്ലോണം തിന്നും. ശാലൂനും മോനൂനൊക്കെ പള്ളയിലുണ്ടായിരിക്കൊണ്ടല്ലോ, ഇത് കുറച്ചൊന്നിൻ്റെ പള്ളയിലാക്കിയിട്ടുണ്ട്. നല്ല ഛർദി ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ഇല ഉണ്ടല്ലോ, ഈ ഇല അങ്ങോട്ട് പൊട്ടിച്ച് കൊടുന്നിട്ട് അതിക്ക് ഉപ്പും ചീനമുളക് കൊണ്ടാക്കിയിട്ട് കടിച്ച് മുറിച്ചങ്ങോട്ട് തിന്നും. എന്തൊരു രസമായിക്കാരച്ചിട്ടാ. വയറ്റിലുണ്ടായിരിക്കുമ്പോൾ എന്തിനും ടേസ്റ്റ് കൂടല്ലോ. അങ്ങനെ ഞാൻ ഇപ്പോഴും ഇതിങ്ങനെ നുള്ളി തിന്നും. ഇപ്പോൾ ഷാലും മോനൊക്കെ നല്ലോണം തിന്നുട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് തിന്നുക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോണ്ടു. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ നോക്കാതെ ഇങ്ങോട്ട് ഊരി അപ്പം നോക്കൂല, പിന്നെ സിങ്ക് കൊണ്ടുപോയി കെഗ്ഗുമ്പോഴേക്കാരം നോക്കൽ. ഇത് മതിയല്ല നമ്മളെ ജീവിതം മുടങ്ങാൻ. ഇതിനെ കാണാൻ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്ന് മെല്ലെ ഒന്ന് കൊത്തിയാൽ തന്നെ നമ്മളിത് കഴിഞ്ഞില്ല. അത് എന്ത് പാമ്പ് കുട്ടിയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോണ്ട് കേട്ടോ. ആർക്കും അറിയലൊന്നും ഉണ്ടാവില്ല, ആണുങ്ങൾക്കൊക്കെ കഴിക്കാനും പിന്നെ വയസ്സായവർക്കൊക്കെ കഴിക്കാനും അറിയലുണ്ടാവലുള്ളൂ. ഇന്നിപ്പോൾ ഇനി ഔത്ത് കയറിയാലും പേടിയായി കേട്ടോ. അയിറ്റ ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കണുണ്ടോ, കാരണം കൊല്ലാതെയൊക്കെ വിടുമ്പോൾ നമുക്കൊന്നുമില്ല അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഒരു തോന്നലേ. കാരണം കുളിച്ചാനടക്കം പേടിയായി, കാരണം കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 4 മണിക്ക് എടുത്ത വീഡിയോ ഉണ്ടോ. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എന്തേലൊക്കെ തിന്നാൻ ഞമ്മക്ക് തന്നെ വേണമല്ലോ, പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ. അപ്പം ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കുകയാണല്ലേ. സൗല് വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അരിക്ക് പഞ്ചല്യല്ല, അരി വറുത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് ഒരു തേങ്ങയും ചിരകി ഇട്ടുങ്ങാണ്ട്, കൊപ്ര തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പാടെ കൂടിങ്ങാണ്ട് മിക്സിയിലൊന്നും അങ്ങോട്ട് പൊടിച്ചുങ്ങാണ്ട് നമ്മൾ ഉരുളാക്കിങ്ങാണ്ട് പാത്രത്തിൽ വെച്ചാൽ നല്ല ഇഷ്ടമാണ്. 2 ദിവസം തിന്നാൻ അങ്ങോട്ട് ഉണ്ടാവും. കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട്. 4 അരി എടുത്തിട്ടുണ്ട് കേട്ടോ, അതിലധികം എടുത്തിട്ടുണ്ട്. അതുപോലെ അവലും ഒരു അര പാക്കറ്റ് ഉണ്ടാവും, അതും പാടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഉരുക്കാൻ വേണ്ടിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോനെ ശർക്കര ഇല്ല, ഒരു 3 അച്ച് ശർക്കര ഉണ്ട്. അത് ഇതിലേക്ക് തികയില്ല.
അതിൻ്റെ ബാക്കിക്ക് ഞാൻ പഞ്ചസാരയും പാടെ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്, ഏലക്കായും കൂട്ടിയിട്ടുണ്ട്. അപ്പം നേരത്തിനനുസരിച്ച് ചെയ്യാണ്ട് ചിലപ്പം ശർക്കര എന്താട്ടും കത്തി കൊണ്ടാണ് കൊത്തിങ്ങാണ്ട് ഈ പൊടിച്ചിണേക്ക് കണ്ടിടും. അല്ലെങ്കിൽ നേരം ഉണ്ടെങ്കിൽ ഞാൻ ശർക്കര ഉരുക്കിങ്ങാണ്ട് അരിച്ചിങ്ങാണ്ട് പാരും. എന്നാൽ ഈ കല്ലും മുള്ളൊന്നും നമ്മളെ പള്ളയൊക്കെ അങ്ങോട്ട് എത്തൂലല്ലോ. അങ്ങനെ ഇതാ ഉരുളാക്കാൻ കേട്ടോ. പിന്നെ ഇന്നലത്തെ കമൻറ്റിൻ്റെ മറുപടി തന്നെയാണ്, നിങ്ങൾ എന്ത് എഴുതിയാലും നമുക്ക് സന്തോഷമുള്ളൂ, തോനെ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മളെ സ്നേഹിച്ചിന് 10 ആളാണെങ്കിലും ഓല് നമ്മളോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കൽ എൻ്റെ കടമയാണല്ലോ. ആദ്യമൊക്കെ ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിരുന്നു, നമ്മൾ റിപ്ലൈ കൊടുക്കാൻ വൈകിയോണ്ടേക്കാരം പിന്നെ അങ്ങനത്തതൊന്നും വരലില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണിൽ എല്ലാതും ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു Q&A വെക്കാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, അതൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നല്ലൊരു മറുപടി ആയിങ്ങാണ്ട് വീഡിയോ ഇടുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.